വഖഫ് നിയമ ഭേദഗതി വിഷയത്തിലടക്കം യുഡിഎഫ് സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വഖഫ് നിയമവും യുഡിഎഫ് കീഴടങ്ങലും എന്ന പേരിൽ മലപ്പുറത്ത് സിപിഎം സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത പിണറായി വന്ദേമാതരം ആലാപന വിഷയമടക്കം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം അഴിച്ചുവിട്ടത്. കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ശക്തമായി നിലകൊണ്ടിരുന്ന കേരളം ഇന്ന് പല നിലപാടുകൾക്കും മുന്നിൽ കീഴടങ്ങുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മെറിറ്റ് അലോട്ട്മെന്റിന് ആദ്യ ഓപ്ഷനായി റോയൽ കോളേജ് സെലക്ട് ചെയ്യൂ. കോളേജ് കോഡ് RCE, അക്കിക്കാവ്, പെരുമ്പിലാവ്. അഡ്മിഷനായി ഇന്ന് തന്നെ ബന്ധപ്പെടൂ. പുതിയ സർക്കാർ അധികാരമേറ്റതു തന്നെ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചുകൊണ്ടാണെന്നും അതിൽ തന്നെ സർക്കാരിന്റെ RSS അജണ്ടകൾക്കുള്ള കീഴടങ്ങൽ വ്യക്തമാണെന്നും അദ്ദേഹം ആരോപിച്ചു. വന്ദേമാതരം വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ലെന്നും ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പാർട്ടി ആസ്ഥാനത്തും പൂർണ്ണമായി പാടി അവർ RSS നയങ്ങൾക്കൊപ്പമാണെന്ന് തെളിയിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്ത് ഒരു മുസ്ലിം സ്ഥാപനത്തിൽ അമുസ്ലിങ്ങൾ വേണമെന്ന തോന്നൽ വരുന്നത് വർഗീയ ചിന്തയാണ്. അതിനായി ഒരു കേന്ദ്ര ബിൽ വരുന്നു. ഇന്ന് മുസ്ലിമാണെങ്കിൽ നാളെ മറ്റു മതങ്ങളെ ലക്ഷ്യമിട്ടാകും ഇത്തരം നീക്കം. എന്തിനാണ് മതത്തിന്റെ സ്ഥാപനങ്ങളിൽ സർക്കാർ കൈകടത്തുന്നത്? ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്നത് പച്ചയായ വർഗീയതയാണെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. അപ്പോൾ നാം കാണേണ്ടത് രാജ്യത്ത് മറ്റൊരു മതത്തിനും ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. കാണേണ്ട ആപത്ത് ഇന്ന് മുസ്ലിമാണെങ്കിൽ നാളെ ഇന്ത്യയിലുള്ള മറ്റു മതങ്ങളില്ലേ, ആ മതങ്ങളുടെ കാര്യത്തിലും ഇതേ നിലപാട് വരില്ലേ? ഓരോ മതത്തിന്റെയും അവകാശത്തിൽ എന്തിന് കൈകടത്തുന്നു? ആ മതത്തിന്റെ സ്ഥാപനം മതത്തിൽപ്പെട്ടവരെ നടത്തേണ്ടത്. ഇവിടെ ഒരു പ്രത്യേകത, ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യേണ്ടവരുണ്ട്. രണ്ട് അമുസ്ലിങ്ങളും ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവര് അമുസ്ലിങ്ങളാണെങ്കിൽ അവരും കൂടി ചേർന്നാൽ ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ ഘടന അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒന്നായി മാറും. RSS അജണ്ടയുടെ നയം എങ്ങനെ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞു? വകുപ്പ് ലീഗ് മന്ത്രി ആരുടെ മുൻപിലാണ് കീഴ്പ്പെട്ടത്? RSS അജണ്ടയോട് കീഴടങ്ങിയെന്ന് മന്ത്രി വ്യക്തമാക്കണം. എല്ലാറ്റിലും അറിവുള്ള മന്ത്രി എന്തുകൊണ്ട് വഖഫ് ബില്ലിലെ അമുസ്ലിം നിയമനത്തെ എതിർത്തില്ലെന്നും പിണറായി വിജയൻ ചോദിച്ചു. അതേസമയം സർക്കാരിന്റെയും UDFന്റെയും നിലപാടുകൾക്കെതിരെ സംഘടിപ്പിച്ച പരിപാടിയിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം പ്രതിനിധിയായി പങ്കെടുത്തതും ശ്രദ്ധേയമായി. വഖഫ് വിഷയത്തിലടക്കം സർക്കാരിനോടുള്ള സമസ്തയുടെ എതിർപ്പിന്റെ സൂചനയായാണ് ഫൈസിയുടെ സാന്നിധ്യത്തെ വിലയിരുത്തപ്പെടുന്നത്. കേരള വിഷൻ, മലപ്പുറം.